ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കഴിഞ്ഞ് നിന്നിട്ടുള്ളേ. അന്ന് പനിയും വെറിയും തലവേദനയൊക്കെ ആയിട്ട് കാണിച്ചപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വന്ന് മൂത്രം ടെസ്റ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കലാന്ന്. പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ഷോനും കൂടി ഒന്ന് പോകണമെന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. പറ്റുമെങ്കിൽ ഈ വർഷത്തെ ഫ്ലവർ ഷോ ഉണ്ട് കണ്ണൂർ നടക്കുന്നത് പോലീസ് മൈതാനിയിൽ. അവിടെയും കയറിയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. പോവാം അങ്ങോട്ടേക്ക്. ഫ്ലവർ ഷോ ഒക്കെ വന്നേരം നമ്മളെ നാട്ടിലുള്ള കാര്യമായ കുറച്ച് ആൾക്കാർ അപ്രതീക്ഷിതമായിട്ട് കണ്ടുപിടിച്ചിട്ടാ. ഞാൻ അവരെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ? ഞങ്ങൾ ആൾക്കാരാട്ടാ മത്സരം എന്തുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട് ഫ്ലവർ ഷോ? വളരെ ഗംഭീരമായിട്ടുണ്ട്. മത്സരം എന്തുണ്ട്? അടിപൊളിയാ. വേറെ ഒരാളും ഭാര്യമാരും ഉണ്ട് കേട്ടോ. അവര് മുന്നിൽ പോകുന്നുണ്ട്. അവരെ കാണിച്ചു തരാം. എന്നാ രസമല്ലേ? ചെടീനെ കൊണ്ട് ഇങ്ങനെയുള്ള ആക്കാൻ കഴിയുന്ന നമുക്ക് മനസ്സിലായില്ലേ? ചെടി മേടിക്കോ? ഇല്ല, പറഞ്ഞു പറ. വള്ളിയാണല്ലേ?
പേരെന്നാ? ഇതിന്റെ പേര് ബനാന പ്ലാന്റ് എന്ന് പറയും. ബനാന പ്ലാന്റാ. ഇതോ? ഇത് പിങ്ക് ലേഡി. പിങ്ക് ലേഡി. ഇതോ? സീഡം. സീഡം. വെറൈറ്റി പേരുകളാണല്ലേ. സീഡം. ഈ ചെടീൻ്റെ പേരെന്നാ? ഇത് കമേലി. കമേലി. അതിന് 500 രൂപ പൂവുള്ളത് തന്നെ. അതിന്റെ തൈ ഉണ്ട്. പൂവുള്ളത് നോക്കിയെടുക്കുക. വെറൈറ്റി ചേമന്തി അല്ലേ, പച്ചക്കളം. നമസ്കാരം. നമസ്കാരം. പിന്നെ ഇതിന്റെ പേരെന്നാ? നഴ്സറി. പ്ലാൻ പാർക്ക് നഴ്സറി, വയനാട് ലക്കിടി. വയനാട് ലക്കിടി അല്ലേ. ഈ രംഗത്ത് കുറെ കാലമായി നിങ്ങൾ പ്രവർത്തിക്കും? 20 വർഷമായി. 20 വർഷമായി. എങ്ങനെയാണ് കൂടുതൽ വിലക്കുറവ് വെച്ചാൽ മാന്യമായ വിലക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓവർ ഈടാക്കുന്നില്ല. ജനങ്ങൾക്ക് മേടിക്കാൻ വന്നിട്ട് ആ വിലയിൽ നമ്മൾ വ്യാപാരം നടത്തുന്നു. ഈ ഫ്ലവർ ഷോ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് നമ്മൾ ചെടി മേടിക്കാൻ പറ്റുമോ? വയനാട് ലക്കിടി വന്ന് മേടിക്കാം. എന്നാ പേരെന്താ നിങ്ങളെ? പ്ലാൻ പാർക്ക് അല്ല നിങ്ങളെ നഴ്സറി. നിങ്ങളെ പേര്? എൻ്റെ പേര് ഉണ്ണി. ഉണ്ണിയല്ലേ. അപ്പോൾ സന്തോഷം. എൻ്റെ അമ്മ ഫോട്ടോ എടുത്ത പേരെന്നാന്ന് ചോദിക്കരുത് കേട്ടോ, എനിക്കറിയില്ല സത്യം പറഞ്ഞു. ഓർക്കിഡ് നല്ല കളക്ഷൻ. തെങ്ങിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഫയറോപ്പാല് ഫ്രൂട്ട്സിൻ്റെ തൈകളെ കളക്ഷൻ ആട്ടെ. എങ്ങനെ ഇതെല്ലോ സാധനം കാണുന്നുണ്ട്, എന്നാന്നും തിരുവാട് കിട്ടുന്നില്ല. നിങ്ങൾ എടുത്ത ആളാ? ഇതിൻ്റെ ആളാ? എവിടെയാ സ്ഥലം? എവിടെയാ? എസ് എൻ കോളേജിൻ്റെ അടുത്താ. എല്ലാ വർഷവും വരുത്തുണ്ടോ? ഈ നേഴ്സിനെ പറ്റി അറിയാം, യൂട്യൂബിലെല്ലാം ഫേമസ് ആണ് അന്തങ്കാട് നേഴ്സറി. അതുകൊണ്ട്. നിങ്ങളെ പേരെന്നാ? എൻ്റെ പേര് പ്രശാന്ത്. പ്രശാന്ത് അല്ലേ. എന്നാ ചെയ്യുന്നത്? ഞാൻ ഫിഷർമാനാണ്. ഫിഷർമാനാ. ഓക്കെ, സന്തോഷം. നിങ്ങളെ ഇതിൻ്റെ ആൾക്കാർ എന്നാ പേര്? എലിസബത്ത്. എവിടെയാ സ്ഥലം? പരിയാരം. ഇതിന്റെ ഈ രംഗത്ത് കുറേ ആയാ പ്രവർത്തിക്കുന്നത്? 20 വർഷമായിട്ട് ഫ്രൂട്ട്സിന്റെ തൈ മാത്രം ചെയ്യുന്നതാണ്. വേറെ ചെടികളൊന്നുമില്ല? ഫ്രൂട്ട്സ് മാത്രം. എല്ലാ എക്സോട്ടിക്കും, എല്ലാ നോർമൽ ഫ്രൂട്ട്സും എല്ലാം. ഇവിടെ എന്നാന്ന് വ്യത്യസ്തമായ ഫ്രൂട്ട്സിന്റെ തൈകളിലെ? വ്യത്യസ്തമായ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 എണ്ണം ഫ്രൂട്ട്സിന്റെ തൈകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും ഇതിപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ജബോട്ടിക്കാബ, ബ്രസീലിയൻ ഗ്രേപ്പ്, അതൊക്കെ അയച്ചു നിൽക്കുന്നു. പിന്നെ ലോങ്ങൻ്റെ പല വെറൈറ്റികളുണ്ട്. പിന്നെ ജബോട്ടിക്കാബയുടെ പല വെറൈറ്റികളുണ്ട്. പിന്നെ ഗ്ലൂമി ചാമ, ഫോർ സീസൺ ലോങ്, റെയിൻ ഫോറസ്റ്റ്
കൊത്തുവാ പക്ഷി. ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന ഇതെയാ? ഇത് എത്ര കാലമായി തുടങ്ങിയിട്ടുണ്ടാക്കാൻ? 14 കൊല്ലായി. എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നല്ലുണ്ട്? ഒക്കെ കണ്ട് തളർന്നു വരുന്നവർക്ക് ഒരുപാട് ഐസ്ക്രീം, ഒരുപാട് പോപ്കോൺ എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങളെ പേരെന്നാ? എന്നാ? അഹ്നഫ്. എൻ്റെ അമ്മേ, എൻ്റെ മോനെ. നിങ്ങളെ പേരോ? അജ്മൽ. ഞാൻ കിട്ടില്ല. അഹ്നഫ്. നിങ്ങളെ പേരെന്നാ? സഹല. ഇതല്ല, ഇത് ഈ പേര് വെറൈറ്റി കേട്ടാ. പക്ഷെ നാവ് കൊടുക്കണം, എല്ലാം പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ. എന്നാ പേര്? ആഷിഫ. എവിടെയാ സ്ഥലം? കാവുമ്പടിയാ? നമ്മളാ കാവുമ്പടിയാ? അതെവിടെയാ? തില്ലങ്കേരി അല്ലേ? ഓ, സന്തോഷം കണ്ടത്. പരിമിതമായ സ്റ്റോക്കുകൾ മാത്രം. SF ഗാർഡൻ ബോട്ട് കണ്ണൂർ. എത്ര പൈസ? 100 രൂപ. 5 പീസ് 100 രൂപ. ഇല്ല, കുറക്കുന്ന പരിപാടിയില്ല. കൂട്ടലുമില്ല, കുറക്കലുമില്ല, രണ്ടുമില്ല. വാങ്ങിയിട്ട് പോവാ, നോക്കിയിട്ട് പോവാം. എല്ലാം പ്ലാസ്റ്റിക്. വേണ്ട വേണ്ട. നിങ്ങളെ പേരെന്നാ? ഞാനല്ല, വൈദ്യര വരാം. ഓറാന്നല്ലേ? നിങ്ങളെ പേരെന്നാ? ഷുഗൻ വൈദ്യർ. എവിടെയാ സ്ഥലം? എവിടെയാ? കൂത്തുപറമ്പ. ഇതെല്ലാം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന? നമ്മൾ ആയുർവേദ പ്രൊഡക്റ്റാണ്. എവിടെ? വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കും? വീട്ടിൽ ഉണ്ടാക്കുന്നത് സ്വന്തം പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് എത്ര കാലമായി നിങ്ങൾ പ്രവർത്തിക്കുന്നത്? 40 കൊല്ലമായി. 40 കൊല്ലമായാ? അതെയാ. വേറെ ഇവിടെ സ്റ്റാളിട്ട് കൂടാണ്ട് നമ്മൾ വേറെ കാണാൻ? നമ്മൾ ഓണം വിഷുവിനൊക്കെ സ്റ്റാളിടും. അല്ല, അല്ലാണ്ട് നിങ്ങളെ വീട്ടിൽ എവിടെ? വീട്ടിൽ പിന്നെ വണ്ടിയിൽ മരുന്ന് കൊണ്ടുപോകും. ഓരോ സ്ഥലത്ത് വെച്ചിട്ട് അലോൺസ് ചെയ്ത് കൊടുക്കും. വണ്ടിക്കകത്ത് വെച്ചിട്ട് ഓരോ ജംഗ്ഷനിലൊക്കെ വെച്ചിട്ട്, ടൗണുകളിലൊക്കെ ഓരോ ജംഗ്ഷനിൽ, ഓരോ ആഴ്ചക്ക് ഓരോ ജംഗ്ഷനിൽ മാറും. അവിടെ നിന്ന് അലോൺസ് ചെയ്ത് കൊടുക്കും. വേദനയ്ക്കുള്ള തൈലം, കഫക്കെട്ടിന് മരുന്ന്, ചുമയ്ക്കുള്ള മരുന്ന്, വാഹനത്തിന് മരുന്ന്, പിന്നെ കൈകാല് കളച്ചിൽ, ഇതൊക്കെ തേച്ചിട്ട് തുമ്മൽ, അലർജി, ഇതൊക്കെ പോകും. കാലിൽ ആണി, ഇതൊക്കെ പോകും. ആക്സിഡന്റ് മരുന്ന്. ഇതെല്ലാം എങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചത്? പഠിക്കാൻ സിദ്ധാശ്രമത്തിൽ നമ്മൾ 10 കുറെ കാലം അവിടെ ഉണ്ടായിരുന്നു. കുട്ടിക്കാലം പോലെ അവിടെയാണ് സിദ്ധാശ്രമം. അവിടെ നിന്ന് എവിടെ? അതെവിടെയാ? വടകര സിദ്ധാശ്രമം. വടകരല്ലേ? അവിടെ നിന്ന് കണ്ടും കേട്ടും ഉണ്ടാക്കിയെല്ലാം പഠിച്ചതാണ്. അങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതാണ്. പാരമ്പര്യമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനും പഠിച്ച്, ചികിത്സിക്കാനും പഠിച്ച്. എൻ്റെ മകന് ഇപ്പോൾ ആയുർവേദ കോളേജ് ഡോക്ടറാണ്. എവിടെ? പരിയാരത്ത്. എന്നാ പേര്? പൃഥ്വിരാജ് എന്ന് പറയും. പൃഥ്വിരാജ്. അപ്പോൾ അവനും നമ്മളെ സഹായിക്കും, ഡോക്ടർ. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ ഞങ്ങളെ കൈകാര്യം ചെയ്ത് പോകും. സന്തോഷം. ഒരാളെ കാണാൻ പറ്റിയില്ല. ഒരുപാട് മരുന്നുകളുണ്ട് കേട്ടോ. എങ്ങനെ പറയാം? ഇതൊന്നും സാധനം എന്ത് മരുന്ന്? ഇത് ഞാൻ എന്താ വിളിക്കാം? വേദനയ്ക്കുള്ള പാമ്പ് ഇതല്ലേ? പൊള്ളല്, മുറിവിന് എല്ലാം പറ്റിയ തൈലമുണ്ട്. പിന്നെ കഫക്കെട്ടിനുള്ള പിന്നെ ചൂർണ്ണമുണ്ട്. 2 ഐറ്റം ഉണ്ട്. മെഡിസിൻ ഇതുണ്ട്. പിന്നെ ബാമുണ്ട്. ജലദോഷം, കഫക്കെട്ടിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയതാണ്. നെല്ലിക്കൊക്കെ എന്താ പറ്റിയതാ? ഇത് മധുര നെല്ലിക്ക. പിന്നെ എല്ലാ ആൾക്കാരും നല്ല ടേസ്റ്റാണ്. വൈറ്റമിൻസിന്റെ കലവറയാണ്. നീലമരി പൗഡറുണ്ട്. ഉപയോഗിക്കുന്ന ഇത് മുടി കറുപ്പിക്കാനും പിന്നെ മുടി കറുപ്പിക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. ഇത് കേശവർദ്ധിനി, മുടി കൊഴിച്ചിലൊക്കെ മാറാനും അകാലനാരൊക്കെ ബെസ്റ്റാണ്. പിന്നെ ഇത് വേദനക്കുള്ള സുധാദർശിനി തൈലം.
പിന്നെ ഷുഗറിന് പറ്റിയ ഡയബറ്റിക്ക് പറ്റിയ നല്ല മരുന്നുണ്ട്. ഡയബറ്റിക്ക് ഏറ്റവും നല്ല മരുന്നാണ് ഡയബറ്റിക് ഷുഗറിനൊക്കെ. ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ മതി. ഒരു 10 ദിവസം കഴിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട്. ഇതിന് 140 റുപ്യ കേട്ടോ. 150 ഗ്രാം ഉണ്ട്. 150. അപ്പോൾ സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചാലും സംസാരിക്കാൻ സാധിച്ചാലും. ഇപ്പോൾ മോഷൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ താരം പോകാൻ വേണ്ടിയിട്ട് വേറൊരു പൗഡറുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ നല്ല ഉറക്കം കിട്ടാനും കണ്ണിനൊക്കെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശരി. എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നൊസ്റ്റാൾജിയ മുട്ടായികളാട്ടോ. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന തിന്നെ മുട്ടായികളാണ്. നോക്കാല്ലേ. ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ. എങ്ങനെ പറയാം, കുട്ടികൾക്കുള്ളതും വലിയവർക്ക് വായിക്കാൻ പറ്റുന്നതായ നോവലുകളും ചെറുകഥകളും. എന്നാ പേര് നമ്മളെ? എന്ത് പുസ്തകം എടുത്തേ? സുധാമൂർത്തിൻ്റെ. വായിക്കുന്ന കൂട്ടത്തിലാ? അതെയാ. കഥ എഴുതലുണ്ടോ? പിന്നെയോ വേറെന്നാ ഹോബീസ്? അതെയാ. എവിടെ സ്ഥലം? അഴീക്കോടാ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫിഫ്ത്തിലായിട്ട് വായിക്കാൻ തുടങ്ങിയല്ലേ? അപ്പോൾ സന്തോഷം കണ്ടതിൽ. ചങ്ങായിമാരെ ഫ്ലവർ ഷോയിൽ കയറാൻ പറ്റിയട്ടാ. ഫ്ലവർ ഷോയിൽ കയറി വീട്ടിലെത്തി. ഈ വർഷത്തെ ഫ്ലവർ ഷോ നമ്മളെ ബോഗൻവില്ല തൂക്കി, അങ്ങനെ വേണം പറയാൻ. ഒരുപാട് ബോഗൻവില്ലേൻ്റെ വെറൈറ്റി കളക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഒരുപാട് അടീനിയവും അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് പേരറിയാത്ത ഒരുപാട് പുതിയ പുതിയ ചെടികളൊക്കെ കണ്ടിരുന്നു. ഫ്രൂട്ട്സിൻ്റെ തൈകൾ എല്ലാം കൊണ്ടും അതിഗംഭീരമാണ്. പോകാൻ പറ്റുന്നവർ പോയി കാണണം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.